ഹലോ ഗൈസ്, അപ്പം ഇന്നെല്ലാവർക്കും നമ്മുടെ ഹരീസ് വ്ളോഗിലെ ഒരു പുതിയ വീഡിയോയിലൊക്കെ എല്ലാവർക്കും സുസ്വാഗതം. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് നമ്മൾ കുറച്ച് ബിരിയാണിയൊക്കെ ഉണ്ടാക്കി ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ബിരിയാണിയൊക്കെ നല്ല വെന്ത് കിട്ടാൻ വേണ്ടി വേവാൻ വേണ്ടി വെച്ചു. അപ്പോൾ അതൊക്കെ നമുക്ക് വെന്ത് കിട്ടിയത് അപ്പം നമ്മൾ നല്ല അരച്ചത് എടുക്കുവാണ്. അപ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും വാച്ച്. പിന്നെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയറൊക്കെ ചെയ്യാനുണ്ട് ഗൈസ്. നമ്മളെയൊക്കെ സപ്പോർട്ട് ചെയ്യണേ. അപ്പം എല്ലാവരും സ്ക്രോൾ ചെയ്യാതെ കാണുക. അപ്പം നമുക്ക് വീഡിയോയിൽ പോയാലോ. അപ്പോൾ ഗൈസ്, നമ്മുടെ അരി ഇവിടെ നമ്മൾ അരിച്ച് വെച്ച നമ്മുടെ അരി ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പം ഈ കുറച്ച് ചൂടാറി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അരി ബിരിയാണി സെറ്റാവും. അപ്പം ഇതൊരു സൈഡിൽ മാറ്റി വെച്ചിട്ട് നമ്മുടെ അച്ഛനാണെങ്കിൽ രാവിലെ തന്നെ പോയി നമ്മുടെ ബീഫ് നമ്മുടെ അടുത്ത കടയിൽ ഞായറാഴ്ച ബീഫ് വെട്ടി കൊടുക്കും. അപ്പം അവിടെ നിന്നാണെങ്കിൽ അച്ഛൻ ഉള്ളതെള്ളും എല്ലാം കൂടെ കഴിഞ്ഞ് ബീഫ് കൊണ്ടുവന്ന്, അപ്പോൾ അമ്മച്ചിയാണെങ്കിൽ കുശും എല്ലാം വെട്ടി നല്ല സ്ക്വയർ പീസാക്കിയിട്ട് നമ്മൾ വേവിക്കാൻ വേണ്ടി വെച്ച്, എന്നിട്ട് നമ്മുടെ ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പ്രിപ്പറേഷനും തുടങ്ങി. നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും നമ്മൾ നമ്മുടെ ചട്ടിയിലോട്ടിട്ട് നല്ല വൃത്തിക്ക് സെറ്റാക്കി എടുക്കുവാണ്. അപ്പോൾ ഈ സമയത്തൊക്കെ ആണെങ്കിൽ ഞാൻ വേളയിൽ നിന്ന് എൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ ഫുട്ബോളും കൊണ്ട് കാലൊടിക്കൽ, കൈയൊടിക്കൽ, മൂക്കിൻ്റെ പാലൊടിക്കൽ ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ നമ്മളൊരു വലിയ ചീനിച്ചട്ടിയിലോട്ട് നമ്മുടെ നെയ്യൊക്കെ ഒഴിച്ച് നമ്മുടെ റൈസൊക്കെ എടുത്തിട്ട് നമ്മുടെ അണ്ടിപ്പരിപ്പ്, മുന്തിരി എല്ലാം ഇട്ട്, പിന്നെയും അടുത്ത ട്രിപ്പ് റൈസ് ഇട്ട്, പിന്നെയും ഈ അണ്ടിപ്പരിപ്പും എല്ലാം നമ്മുടെ ഉണക്കമുന്തിരി എല്ലാം ഇട്ട് സെറ്റാക്കി, അടുത്ത റേലും പിന്നെയും നമ്മുടെ ചോറിട്ട്, പിന്നെ അണ്ടിപ്പരിപ്പിട്ട്, ഉണക്കമുന്തിരി ഇട്ട്, ഉള്ള സാധനങ്ങൾ മൊത്തം ഇട്ട്, പിന്നെ അവസാനമായിട്ട് നമ്മുടെ ട്രിപ്പ് എല്ലാം ആയിട്ട് സെറ്റാക്കി കുറച്ച് നേരത്തേക്ക് വെക്കുക. പിന്നെ ബാക്കി വന്ന അതിൻ്റെ ടോപ്പിങ്സ് ആയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെക്കുക. സൈഡിൽ കൂടെ നമ്മുടെ ഗ്രേവി സെറ്റാക്കുന്നുണ്ടേ. പിന്നെ നമുക്ക് ഗ്രേവി പ്രിപ്പറേഷൻ, കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, വേണ്ട സുണ്ണാപ്പി എല്ലാം ഇട്ട് നല്ലവർക്ക് മിക്സ് കുള്ളി ഇളക്കി ഒക്കെ സെറ്റാക്കുക. ഈ സമയത്ത് ഞാൻ അവിടെ പാലം പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നു മൂക്കിൻ്റെ. അവൻ്റെ ബെറ്റൊന്നും പറ്റില്ല, ശരിക്കും കണക്കിന് പറ്റി. എനിക്ക് 3 ദിവസം മുമ്പ് എൻ്റെ കാലിനൊരു ചെറിയ പരിക്ക്, പക്ഷേ ആ പരിക്ക് മാറിയില്ല. അതും കൊണ്ടാണ് ഞാൻ ഇന്ന് കളിക്കാറിയത്. പിന്നെ നമ്മളെ വേവിച്ച് വെച്ച സ്ക്വയർ ബീഫ് ഇട്ട് നമ്മുടെ ഗ്രേവിയിലോട്ട് നമ്മുടെ ബീഫ് കറി ഉണ്ടാക്കിക്കൊണ്ട് വയ്ക്കുവാണ്. ബീഫ് കറി ഉണ്ടാക്കുന്ന മണമൊക്കെ വന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ അമ്മച്ചി നമ്മുടെ ബീഫ് കറി സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഞാൻ അറിഞ്ഞില്ല ഈ ബിരിയാണി ഉണ്ടായിരിക്കുമെന്ന്. പിന്നെ നമ്മുടെ ബിരിയാണി സെറ്റായി, ബീഫ് കറിയും സെറ്റായി. പിന്നെ നമ്മുടെ കഴിക്കൽ സമയം, അതിന് ഞാൻ ഓടിയെത്തി അവനെയൊക്കെ പറഞ്ഞു വിട്ട് ഞാൻ ഓടിങ്ങ് വന്ന് ഒരു പ്ലേറ്റിങ് എടുത്ത് നമ്മളെ കൈയെല്ലാം കഴുകി ഫസ്റ്റ് തന്നെ ഞാൻ ബിരിയാണി അങ്ങ് എടുത്തു. നമ്മുടെ നല്ല സൂപ്പർ വെന്ത ബിരിയാണി, ഒരു ചൂടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഓർഡറിൽ നമ്മൾ ബിരിയാണി കുറച്ചിങ്ങിട്ടു. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ബീഫ് കറിയും അങ്ങിട്ടു. അത് കഴിഞ്ഞ് നല്ല കഴിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ, ടാറ്റാ, ബൈ, സീ യു.